ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയാണ്. അങ്ങനെ ലൈബ്രറിയിലേക്ക് എൻ്റർ ചെയ്യുവാണ്. എല്ലാ സ്ഥലത്തെ വീഡിയോസും കാണിക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് സ്റ്റുഡൻസ് ലൈബ്രറി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ലൈബ്രറി തുടങ്ങുന്നത് തന്നെ ഒരു കഫ്റ്റീരിയ വെച്ചിട്ടാണ്. ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതിൽ നിന്ന് എടുക്കാം. അല്ലാണ്ട് ഒരു കഫ്റ്റീരിയം ലൈബ്രറിയുടെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. ഇത് ലൈബ്രറിയുടെ ലോക്കറാണ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ അവർ കീ തരും, കാരണം നമുക്ക് ലൈബ്രറിയിലേക്ക് നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ കൊണ്ടുപോവാം. ഇതാണ് ലൈബ്രറിയുടെ ഫ്രണ്ട്, ലൈബ്രറി ഡെസ്ക്. എനിക്ക് മാർക്സ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈബ്രറി. ഇത് നമ്മൾ സാധാരണ ഒപ്പാക് സിസ്റ്റത്തിൽ എങ്ങനെയാണോ ഒരു ബുക്ക് സെർച്ച് ചെയ്യുന്നത്, ഒപ്പാക്കാണ് ലൈബ്രറിയുടേത്. കൂടുതലും ഓൺലൈൻ ബുക്കുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഹാർഡ് കോപ്പീസ് കുറവാണ് കമ്പാരിറ്റീവ്ലി. നമ്മളൊരു ബുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെവിടെയാണെന്നുള്ള ലൊക്കേഷൻ നമുക്ക് കിട്ടും. ആ ലൊക്കേഷൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലൈബ്രറിയിൽ ഇഷ്ടംപോലെ മാപ്പുകളുണ്ട്, അതനുസരിച്ച് നമുക്ക് പോയി ആ ബുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ബുക്ക് ബോറോ ചെയ്യുന്ന സിസ്റ്റം. ബാർകോഡ് സ്കാനിങ് ആണ് ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. തിരിച്ച് റിട്ടേൺ ചെയ്യണമെങ്കിൽ ഇത് ഡ്രോപ്പ് ബോക്സ് ആണ്, സാധാരണ രീതിയിലുള്ള പോലെ തന്നെ. പിന്നെ പ്രിൻറ്റിങ് പ്രത്യേകതയുണ്ട്. നമുക്ക് ലൈബ്രറിയുടെ കുറേ പ്രിൻ്റർ ഉണ്ട്, എവിടെ നിന്ന് വേണമെങ്കിലും പ്രിൻ്റ് ചെയ്യാം. കാരണം നമ്മൾ പ്രിൻ്റ് ചെയ്യാനുള്ള സാധനം ക്ലൗഡിലാണ് സേവ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ. മാർക്സ് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് വന്നു. 3 ഫ്ലോറാണുള്ളത് ലൈബ്രറി. ഗ്രൗണ്ട് ഫ്ലോറാണിത്. ഗ്രൗണ്ട് ഫ്ലോർ ഗ്രൂപ്പ് സ്റ്റഡിക്കുള്ളതാണ്. അവിടെ ഇരുന്ന് നമുക്ക് സംസാരിക്കുന്നതിനോ ചർച്ച ചെയ്യുന്നതിനോ ഒന്നും വലിയ കുഴപ്പമില്ല. ഇതാണ് ലൈബ്രറി കളക്ഷൻസ്. പിന്നെ കാറ്റലോഗ് ചെയ്തിരിക്കുന്നത് LC ക്ലാസിഫിക്കേഷനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ഞാൻ ബുക്കൊക്കെ തുറന്നു നോക്കിയിരുന്നു, എങ്കിലും തീരെ അറിയാത്ത സാധനമാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി ഏരിയ ആയതുകൊണ്ട് കുറേ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അവർക്ക് സംസാരിക്കാം, ചർച്ച ചെയ്യാം, പക്ഷേ ഭയങ്കര സൗണ്ട് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ സോളോ സ്റ്റഡി സോണുകളും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അവൈലബിൾ ആണ്. ഓരോ ക്യൂബിക്കിളുണ്ട് നമുക്കിരുന്ന് പഠിക്കാൻ വേണ്ടി. ഓരോ ബുക്കിൻ്റെ ഡയറക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓരോ ഏരിയയും കറക്റ്റായിട്ട് അവരെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കുന്ന ബുക്ക് നമ്മൾക്ക് വേണ്ടെങ്കിൽ നമുക്ക് വെക്കാനുള്ളൊരു ബോക്സ് പോലത്തെ സാധനമാണ്. ഓരോ ഫ്ലോറിലും പല ഏരിയയിലും ഞാനിത് കണ്ടു. എങ്കിൽ ലൈബ്രറിന് അതിൽ നിന്ന് എടുത്തിട്ട് ബുക്ക് റീപ്ലേസ് ചെയ്താൽ മതി. അങ്ങനെ ബുക്ക് അലങ്കോലമാക്കിയിട്ടിടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാം നല്ല നീറ്റായിട്ടാണ് ഇവിടെ ഉള്ളത്. ഇതുണ്ട് ഗ്രൂപ്പ് സ്റ്റഡി സോൺ എഴുതിയിട്ടുണ്ട്. അതുപോലെ താഴത്തെ ഇവിടെ കുറേ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഇവിടെ ഒരു വെൽബീയിങ് ഏരിയ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ആ ഒരു റൂമിലേക്ക് കയറിയത്. നമുക്ക് ലൈബ്രറിയിൽ വന്നിട്ട് വീണ്ടും റിലാക്സ് ചെയ്യണമെങ്കിൽ റിലാക്സ് ചെയ്യാനുള്ളൊരു റൂമാണ്. അവിടെ പെയിൻറ്റ് ചെയ്യാനുള്ള ബ്രഷ് ഉണ്ട്, കളിക്കാനുള്ള പസിൽസ് ഉണ്ട്. നല്ല ഒരു ഈസ്തറ്റിക് ആയിട്ട് ആ ഒരു റൂമിനെ അവർ അലങ്കരിച്ചിട്ടുണ്ട്. ലൈറ്റ് വേർഷൻ റീഡിങ് ബുക്കുകളുണ്ട്. നമുക്ക് വെറുതെ ഇരുന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, മൈൻഡ് റിലാക്സ് ആക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വെൽബീയിങ് റൂം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാണാൻ നല്ല രസമാട്ടോ. വാളുകളൊക്കെ നല്ല പെയിൻറ്റിങ് പിക്ചേഴ്സൊക്കെ ഉണ്ട്. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. പോകുന്ന ഫ്ലോറിൻ്റെ സൈഡിലെല്ലാം ഒരുപാട് ഫ്രെയിമുകൾ, കാര്യങ്ങൾ, മുൻ VCകൾ, അതുപോലെ UK പ്രമുഖരായ ആൾക്കാർ, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഫ്രെയിമുണ്ട്. ഇത് ക്വയറ്റ് സ്റ്റഡി സോണാണ്. ഇവിടെ നമുക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല, അത്യാവശ്യം ക്വയറ്റായിട്ടിരുന്ന് നമുക്ക് പഠിക്കാം. ഇവിടെയാണ് ന്യൂസ് പേപ്പറൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഓരോ ഫ്ലോറിലും ഓരോ ഫ്ലോറിൻ്റെ മാപ്പ് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ലൈബ്രറിയിലിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് ഡസ്റ്റ്ബിൻസുകളും എല്ലാ ഏരിയയിലും അവൈലബിൾ ആണ്. ഇത് ഫാമിലിക്ക് പഠിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഫാമിലി ആയിട്ട് വന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കുക. ആക്സസ് ഇല്ല, നമുക്ക് പ്രത്യേകം പെർമിഷൻ എടുക്കേണ്ടി വരും. കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സൊക്കെ അവിടെ കണ്ടു. ഇതാണ് ഒരു ഓവറോൾ സ്ട്രക്ചർ. ബേസ്മെൻറ്റിൽ ജേണൽസ്, 0 ഗ്രൂപ്പ് സ്റ്റഡി, പിന്നെ ക്വയറ്റ് സ്റ്റഡി, ഏറ്റവും ടോപ്പിൽ സൈലൻസ് സ്റ്റഡി. ഇങ്ങനെയാണ് ലൈബ്രറീൻ്റെ ഒരു സെറ്റപ്പ്. ഇത് എന്ന് പറയുന്നത് നമുക്ക് ലാപ്ടോപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, പക്ഷേ നമുക്ക് ലാപ്ടോപ്പ് ആവശ്യമുണ്ട്. ലാപ്ടോപ്പ് വെൻറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മുടെ സ്റ്റുഡൻറ്റ് ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ലാപ്ടോപ്പ് എടുക്കാൻ പറ്റും. തിരിച്ച് ആ സമയം കഴിഞ്ഞ് ആ ലാപ്ടോപ്പ് അതിലേക്ക് തിരിച്ചു വെച്ചാൽ മതി. അതുപോലെ ഇവിടെ സ്റ്റഡി റൂമുകളുണ്ട്. നമുക്കൊരു റൂം ബുക്ക് ചെയ്യാം.
ആ റൂമുകളിൽ വന്ന് ഗ്രൂപ്പായിട്ടിരുന്ന് പഠിക്കാം. ഇതുപോലെയുള്ള റൂമാണ്, അത് ലോക്ക് ചെയ്തിരുന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇതിലൊക്കെ കുട്ടികളുണ്ട്. ഇത് ഓഡിയോ ബുക്സിൻ്റെ കളക്ഷൻസാണ്. അങ്ങനെ ക്വയറ്റ് സ്റ്റഡി സോൺ ആണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ്, സൈലൻറ്റ് സ്റ്റഡി സോൺ. അങ്ങനെ ഞാൻ മുകളിലേക്ക് നടന്നു കയറി. ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. കൂടുതലും റിസർച്ചേഴ്സാണെന്ന് തോന്നുന്നു ഈ ഏരിയ ഉപയോഗിക്കുന്നത്. ഭയങ്കര സൈലൻ്റ് ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ എല്ലാവരും നന്നായിട്ട് വർത്തമാനം പറയുന്നുണ്ട്. ഇവിടെ നല്ല സൈലൻ്റാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ കുറവുമാണ്. അത്ര സൈലൻ്റായിട്ടിരുന്ന് പഠിക്കുന്നവർ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുപോലെ ഇവിടെ ലൈബ്രറി, മീറ്റിംഗ് റൂമുകൾ, അതുപോലെ പല ക്ലാസ്സിൻ്റെ റൂമുകൾ, അതുപോലെ പുറത്ത് തണുപ്പായതുകൊണ്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബ്ലാങ്കറ്റ് എടുക്കാനുള്ള സ്പേസൊക്കെ അവിടെയുണ്ട്. മൊത്തത്തിൽ പല രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഈ ലൈബ്രറീൻ്റെ പ്രത്യേകത. നമുക്ക് കംഫർട്ടായിട്ടിരുന്ന് എങ്ങനെ പഠിക്കണോ അതുപോലെ പഠിക്കാം. അതുപോലെയുള്ള പല പല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഞാൻ നടന്ന് ഒരു ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം പഠിക്കാനുണ്ടായിരുന്നു, പഠിച്ചു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇരുന്ന് ഫുഡ് കഴിച്ചു. പണ്ട് ലൈബ്രറിയിൽ മിഠായി തിന്നതിനൊക്കെ പിള്ളേരെ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ ലൈബ്രറിയിൽ തന്നെ ഇരുന്ന് എൻ്റെ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചു. പിന്നെ ക്ലാസ്സിലേക്ക് പോയി. സോ ഇത്രയേ ഉള്ളൂ ലൈബ്രറി വിശേഷങ്ങൾ. താങ്ക് യു.